ആലപ്പുഴ ഹരിപ്പാട് സ്കൂളിൽ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നേരെ അധ്യാപിക ജാതി അധിക്ഷേപം നടത്തിയെന്ന പരാതിയുമായി രക്ഷിതാക്കൾ. പള്ളിപ്പാട് MSC LP സ്കൂളിലാണ് സംഭവം. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്കൂളിലെ 2 കുട്ടികൾക്ക് നേരെ ജാതി അധിക്ഷേപവും നിറത്തിന്റെ പേരിൽ വിവേചനവും കാണിച്ചെന്നാണ് പരാതി. മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാനോ മറ്റ് അധ്യാപകരോടും കുട്ടികളോടും മിണ്ടാനോ ഇവരെ അനുവദിക്കുന്നില്ല എന്നും കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നു. അവരുടെ പ്രതികരണത്തിലേക്ക്. കറുത്ത പിള്ളേരെ ഇഷ്ടമല്ല, കരിവേടന. കറുത്ത പിള്ളേരെ പഠിപ്പിച്ചിട്ട് എന്തോ സാധിക്കാനാ? പിച്ചും കൊഞ്ഞാണം കുത്തിയൊക്കെ കാണിക്കും. ഞങ്ങളെ പുലയരാന്നൊക്കെ വിളിച്ച് ഞങ്ങളെ എപ്പോഴും അങ്ങ് പിച്ചിക്കൊണ്ടിരിക്കും. പുലയരേന്ന് വിളിച്ച്, കരിമ്പേടാന്ന് വിളിച്ച്. കറുത്തരി ഇഷ്ടമല്ല, പഠിപ്പിക്കത്തുമില്ല. എൻ്റെ മകനെയാണ് പിച്ച്, 2 കൈയും പിച്ച്. 17 ജൂണിലാണ് പിച്ചിയത്. ഞാൻ പിറ്റേ ദിവസം ചെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുക. ഞാൻ ടീച്ചറെ എന്താണ് എൻ്റെ മോനെ പിച്ചിയെന്ന് ചോദിച്ചിട്ട് പോലും പുള്ളിക്കാരി ഒന്നും പറയുന്നില്ല. അതിന് എന്നോട് പറഞ്ഞു, നീ പെരേനല്ലേ, ഇനി ഞാനത് ചെയ്യും, എന്തൊടുക്കാനാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പോലീസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായപ്പോൾ മറ്റു ടീച്ചർമാരെല്ലാം വന്ന് പറഞ്ഞ് ശാലിനി പോട്ടെ, ഇനി അത് ആവർത്തിക്കത്തില്ല. അത് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പെരേനല്ലേ, കറുത്തവരെ പഠിപ്പിക്കത്തില്ല, കറുത്തവരെ ഇഷ്ടമല്ല, വേടനെ പോലിരിക്കുന്നു. ഈ 2 കുഞ്ഞുങ്ങളെ ഉള്ള 4ാം ക്ലാസ്സിൽ HM ആണ്, സ്കൂളിലെ HM ആണ്, അവരുടെ ക്ലാസ് ടീച്ചറുമാണ്. ഞങ്ങളത് ചോദിക്കാൻ പേരൻസ് എല്ലാം കൂടെ ചെന്നപ്പോൾ സമ്മതിച്ചു, ഞാൻ പിച്ച് ഇനി അത് ആവർത്തിക്കത്തില്ല, മാപ്പാക്കണം. ഇത് ടീച്ചർ ഒരു പ്രാവശ്യമല്ല, ഇത് പല പ്രാവശ്യമായി, പലരോടുമായി. അപ്പോൾ ഞങ്ങളത് പറഞ്ഞ് ഞങ്ങളത് പ്രശ്നമാക്കി. ഞങ്ങൾ AOPC കൊടുത്തിട്ട് AOPC നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ഇതല്ല വന്നേക്കുന്നത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെയും കൂടെ ആയപ്പോൾ 20 ദിവസമായി ഞങ്ങൾ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. ടീച്ചറിൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, നിങ്ങൾ എന്ത് വേണം വെച്ചാൽ ചെയ്തു, നിങ്ങൾ പരാതി കൊടുത്തു, എൻ്റെ ഭാര്യ ജയിലിൽ പോയാലും പുള്ളിക്കാരന് പ്രശ്നമില്ല, നിങ്ങൾ എന്ത് വേണം വെച്ചാൽ ചെയ്തു. VS അച്യുതാനന്ദനെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ചാനലിൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ പറഞ്ഞു, VS അച്യുതാനന്ദനെ ചാനലിൽ എന്തെല്ലാം പറഞ്ഞു, പുള്ളി ജീവിച്ചില്ലേ, ഇതൊക്കെ ടീച്ചറും അതുപോലെ ചെയ്യും. ഞാൻ ചോദിച്ചു, VS അച്യുതാനന്ദനും ഗ്രേസിക്കുട്ടി ഒരേപോലാണോ? അന്നേരം പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഒരു കുന്തവും ഇല്ല, അവർക്ക് രോമം പറിക്കുന്ന പോലെയുള്ളതെന്ന്, ചാലി കൊടുത്താൽ അവർക്കൊരു കുഴപ്പമില്ലെന്ന് അവർ പറയുന്നു. ആലപ്പുഴ ഹരിപ്പാടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും പ്രതികരണം നമ്മളിപ്പോൾ കേട്ടു. ഇനി സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്തെന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം സ്കൂളിലെ പ്രധാന അധ്യാപിക ഗ്രേസി ടീച്ചർ കൂടി ചേരുന്നുണ്ട്. ടീച്ചർ, ഇപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ളൊരു പ്രതികരണം എന്നത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് കുട്ടികളോട് ഇത്തരത്തിൽ പെരുമാറിയത് താനല്ല എന്നും മറ്റൊരു അധ്യാപകൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ് തൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് എന്നാണല്ലോ. എന്താണ് ടീച്ചറുടെ ഒരു വിശദീകരണം ഇതിൽ? ഹലോ മാഡം, പിന്നെ 2024 ഒരു അധ്യാപക സമരത്തില് ഈ ഡെയിലി വേജ് ആയിരുന്നു, ദിവസവേതനം. അന്നേരം ജിനു ജോൺസൺ ഈ അധ്യാപക സമരത്തില് പങ്കെടുത്തു. ആള് ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡറുണ്ട്, ഈ താൽക്കാലിക ജീവനക്കാര് സമരത്തിൽ പങ്കെടുത്താൽ അല്ലെങ്കിൽ സ്കൂളിൽ വരാതിരുന്നാല് അത് പുറത്തു പോകാന്നുള്ള ഓർഡർ. ആ ഓർഡർ അനുസരിച്ച് ജിനു ജോൺസണ് പുറത്തായി. അതിന്റെ പ്രതികാരമായിട്ട് എന്നെ ആ സ്കൂളിൽ നിന്ന് VRS എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷകർത്താക്കളെ കൂട്ടുപിടിച്ച് അവരെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഞാനിതുപോലെ ജാതി, എൻ്റെ കുഞ്ഞു മക്കളാണ്, ഞാനൊരു അമ്മയാണ്, ഞാൻ ഒരിക്കലും ജാതി പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. എനിക്ക് 25 വർഷത്തെ സർവീസ് ഉള്ള വ്യക്തിയാണ്. ഒരു കാരണവശാലും ഞാൻ ജാതി പറയത്തില്ല. കറുത്തതാണെന്നൊരിക്കൽ ഞാൻ കറുത്തതാണ്. എനിക്ക് 2 മക്കളുണ്ട്, 2 മക്കളും കറുത്തതാണ്. എൻ്റെ അച്ഛനും അമ്മയും കറുത്തതാണ്, എൻ്റെ ഹസ്ബൻഡ് കറുത്തതാണ്. എല്ലാവരും ഞങ്ങൾ കറുത്ത നിറത്തിലുള്ളവരാണ്. ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞു മക്കളുടെ പ്രായമാണ്, 8 വയസ്സേ ഉള്ളൂ. 8 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഞാൻ ഒരിക്കലും പറയത്തില്ല കറുത്തതാണ് ജാതി. എനിക്ക് ജാതി ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, പറയത്തില്ല. എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ല. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ചെയ്തിട്ടില്ല, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണോ നിങ്ങളുടെ ഒരു വിശദീകരണം? അപ്പോൾ ഈ കുട്ടികളടക്കം പറയുന്നത് നുണയാണ് എന്നാണോ?
കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമല്ലോ. ഞാനിത് പറഞ്ഞിട്ടില്ല, ഈ സംഭവം പറഞ്ഞിട്ടേയില്ല, പറയത്തുമില്ല. താങ്കളല്ലാതെ മറ്റേതെങ്കിലും അധ്യാപകർ ഈ രീതിയിൽ കുട്ടികളോട് സംസാരിച്ചു എന്ന് ഇതിനു മുൻപ് എപ്പോഴെങ്കിലും പ്രധാന അധ്യാപികയാണല്ലോ, എന്തെങ്കിലും ഒരു പരാതി ലഭിച്ചിട്ടുണ്ടോ? അത് ജിനു ജോൺസൺ എന്ന വ്യക്തി ആ കുഞ്ഞുങ്ങളെ മറ്റ് അധ്യാപകരുമായിട്ട് മിണ്ടാൻ സമ്മതിക്കത്തില്ലായിരുന്നു, മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെ ആ ജിനു ജോൺസൺ മാത്രമേ ഉള്ളായിരുന്നു ഈ പ്രത്യേകത. ജിനു ജോൺസൺ പുറത്തു പോയി. ഞങ്ങള് അതിന്റെ വൈരാഗ്യത്തിന്റെ പേരിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുക, എന്നെ VRS എടുപ്പിക്കുക. ഞാൻ 31/5/2020 അന്നേരം അതിനു മുമ്പേ എന്നെ VRS എടുപ്പിക്കാൻ വേണ്ടി രക്ഷകർത്താക്കളെ കൂട്ടുപിടിച്ച് അവരെ കുഞ്ഞു മക്കളെ കൊണ്ട് പറയിപ്പിച്ച്. ശരി, അപ്പോൾ ഈ തരത്തിൽ ഒരു അധ്യാപകൻ കുട്ടികളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അപ്പോൾ പരാതിപ്പെടുകയോ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല അല്ലേ താങ്കൾ? ഇത്തരത്തിൽ ഒരു അധ്യാപകൻ കുട്ടികളെ അധിക്ഷേപിക്കുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സംബന്ധിച്ച് പ്രധാന അധ്യാപികയാണ് സ്കൂളിലെ, അപ്പോൾ പോലീസിനോടോ മറ്റോ പരാതി പറയുകയോ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല അല്ലേ? അധിക്ഷേപിച്ചു ഞാൻ പറഞ്ഞില്ലല്ലോ. കുട്ടികളുമായിട്ട് മറ്റ് അധ്യാപകരുമായിട്ട് മിണ്ടാൻ സമ്മതിക്കത്തില്ലായിരുന്നു ആ സാറിന്റെ ക്ലാസ്സിലെ കുട്ടികൾ. അത് ആ കുറ്റം എന്റെ മേൽ ചുമത്തുകയാണ്, പരാതി ചുമത്തുകയാണ് ആ സാറിന്റെ സ്വഭാവം. ഇപ്പോൾ ഏതായാലും ഗ്രേസ് ടീച്ചർക്ക് നേരെ പരാതി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പരാതി സത്യമല്ല എന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നു. അപ്പോൾ പോലീസിനെ സമീപിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ടോ? എന്തുമാണ് ഇപ്പോൾ താങ്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു പരാതി വ്യാജമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്യാജ പരാതിക്കെതിരെ പോലീസിനെ സമീപിക്കാൻ താങ്കൾ തയ്യാറാണോ? ആരെ സമീപിക്കാൻ? അതായത് താങ്കൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു വ്യാജ പരാതി വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ പോലീസിനോട് പരാതി, അതായത് ഈ വ്യാജ പരാതിക്കെതിരെ താങ്കൾ പോലീസിനെ സമീപിക്കാൻ ഇപ്പോൾ ഒരുങ്ങുന്നുണ്ടോ? ഒരുങ്ങുന്നുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ ഗ്രേസി ടീച്ചർ ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിച്ചത്. ഏതായാലും ഈ ആരോപണങ്ങൾ നിഷേധിക്കുക തന്നെയാണ് സ്കൂളിലെ പ്രധാന അധ്യാപികയായ ഗ്രേസി ടീച്ചർ. താനല്ല കുട്ടികളോട് ഇത്തരത്തിൽ പെരുമാറിയതെന്നും മറ്റൊരു അധ്യാപകൻ ചെയ്തിരുന്ന കാര്യങ്ങൾ തൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണെന്നുമാണ് പ്രധാന അധ്യാപിക ഇപ്പോൾ പ്രതികരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി അജയ്നാഥ് കൂടി ചേരുന്നുണ്ട്. അജയ്, ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ രണ്ട് വശവും കേട്ടിരിക്കുകയാണ്, കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെ, അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാന അധ്യാപികയുടെയും പ്രതികരണം കേട്ടിരിക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ളൊരു പരാതി തനിക്കെതിരെ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നാണ് പ്രധാന അധ്യാപികയുടെ ഒരു വിശദീകരണം. കുട്ടികളെ കൊണ്ട് നുണ പറയിപ്പിക്കാമല്ലോ എന്നാണ് അവർ പറയുന്നത്. എത്രത്തോളം വാസ്തവമുണ്ട് ഈ ഒരു കാര്യത്തിൽ? ഏറ്റവും പ്രധാനമായും ഈ സംഭവം ഈ രാഷ്ട്രീയ കേരളത്തിനകത്ത് തന്നെ നവോത്ഥാന കേരളം അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് എത്രയധികം വളർന്നു നിൽക്കുന്ന ഒരു കേരളത്തിൽ ഇത്തരത്തിലേക്ക് സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേരളത്തിനകത്ത് തന്നെ ഒരു നാണക്കേടുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നേരെയാണ് ഇത്തരത്തിലേക്കുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് തെറ്റ് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ തന്നെയാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ വിവരങ്ങൾ ഉൾപ്പെടെ പ്രധാനമായും പുറത്ത് വിടാത്തതിന്റെ കാര്യം അവരുടെ സ്വകാര്യത ഉൾപ്പെടെ മാനിച്ചുകൊണ്ടാണ് അത്തരത്തിലേക്ക് അവരുടെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വിടാത്ത പോലും കാര്യം ഉണ്ടാകുന്നത്. അത്തരത്തിൽ ആ കുട്ടികളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഭാവിയിലാണെങ്കിൽ പോലും അത്ര ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ആ ഘട്ടത്തിലാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെ ഇത്തരത്തിലേക്കുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അത് ജാതീയമായി അധിക്ഷേപിക്കുന്നു, മറിച്ച് നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നു, മറ്റ് ആളുകളോട് അത് അവരുടെ സ്വൈര്യ ജീവിതത്തെ കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്, പഠനാന്തരീക്ഷത്തെ കൂടി ബാധിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതെല്ലാം ഒരു വസ്തുതയായി നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഈ അധ്യാപികങ്ങൾ പറയുമ്പോൾ പോലും നാം മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളുടെ ശരീരത്തിൽ ഉൾപ്പെടെ ഇവരെ മർദ്ദിച്ചതിന്റെ പാടുകൾ ഉൾപ്പെടെയുണ്ട്. അതെല്ലാം അത്തരത്തിലേക്ക് ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്നതാണോ എന്നുള്ള സംശയമെല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപിക ഈ രക്ഷകർത്താക്കളുടെ എല്ലാം പ്രതികരണം നമ്മൾ കണ്ടതാണ്. അവർ സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുന്ന ഘട്ടത്തിലെല്ലാം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് അനുകൂലമായൊരു നിലപാട് പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിനകത്തെല്ലാം ഇത്തരം വിഷയങ്ങൾക്കിടയിലെല്ലാം ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ അധ്യാപികയെ വിളിക്കുന്ന ഘട്ടത്തിലും
അത്തരത്തിലേക്കൊരു സമീപനം തന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. എന്ത് തന്നെയായാലും കുട്ടികൾക്ക് ഇത്തരത്തിൽ ആ സ്കൂളിൽ നിന്ന് ജാതീയമായ അധിക്ഷേപവും ഒപ്പം ഈ വർണ്ണ അധിക്ഷേപവും ഉണ്ടായിട്ടുണ്ട്. അതായത് നിറത്തിന്റെ പേരിൽ അവർ അധിക്ഷേപിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നാം മനസ്സിലാക്കാൻ. പക്ഷേ ഈ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെ ഇത്തരത്തിലേക്ക് ഒരു ഇടപെടൽ അത് ഏത് അധ്യാപകന്റെയോ അധ്യാപികയുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ചോദ്യം ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ആരാണോ തെറ്റുകാരെന്ന് മനസ്സിലാക്കി കൃത്യമായ നടപടി അടക്കം എടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യം കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ഇതിനെ തുടർന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ ചെറുപ്പത്തിൽ അവർ അനുഭവിക്കുന്ന ഈ മാനസിക പീഡകൾ വളരെ പ്രായമെത്തിയാൽ പോലും അവരുടെ മനസ്സിൽ ഒരു നീറ്റലായി അവശേഷിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തെറ്റാരുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് പോലീസാണ് ഇനി തീരുമാനിക്കേണ്ടത്. അത് അന്വേഷണത്തിന്റെ ഭാഗമായി തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിൽ കൂടിയും അവർക്കെതിരെ നടപടിയെടുക്കുന്ന തരത്തിലേക്ക് ഒരു നിലപാട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ രക്ഷാകർത്താക്കളോട് സംസാരിക്കുന്നവർ മുമ്പ് മനസ്സിലാകുന്നത് ഈ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് നേരെ ഇത്തരത്തിലേക്ക് ജാതീയമായ അധിക്ഷേപവും ഒപ്പം ഈ നിറത്തിന്റെ പേരിലുള്ള ഒരു മാറ്റി നിർത്തലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ മറ്റു കുട്ടികളോട് സംസാരിക്കുവാനോ ഇത്തരത്തിലേക്ക് മറ്റു കുട്ടികളുമായി ഇടപഴകാനോ അധ്യാപകർ ഇടപഴകാനോ ഉള്ള ഒരു അവസരം അവർക്ക് ഒരുക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ അനുവദിക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. മറ്റ് PTA ഭാരവാഹികളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിരന്തരമായി അതെ അജയ്, അത് തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾക്കെതിരെ ഇത്തരത്തിൽ അധിക്ഷേപം ഉണ്ടാകുമ്പോൾ മറ്റ് അധ്യാപകരൊന്നും ഇത് ശ്രദ്ധിച്ചില്ല, അവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോഴാണല്ലോ ഇത് ഇപ്പോൾ വാർത്തയായിരിക്കുന്നതടക്കം. തീർച്ചയായും അത് മറ്റധ്യാപകർ ഈ വിഷയത്തെ ഇതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനെ പരിഹരിക്കുമ്പോഴും വീണ്ടും ഇത് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ആ പ്രദേശത്തെ മറ്റ് ആളുകളോടുകൂടി അന്വേഷിക്കുന്ന ഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നിരന്തരമായി ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടെന്നാണ് മറ്റാളുകൾ നമ്മളോട് പറയുന്നത്. പക്ഷേ ഇതിന്റെ വസ്തുത എന്താണെന്നുള്ളത് പോലീസാണ് അന്വേഷിക്കേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുന്നു, അങ്ങനെ ആ തരത്തിലേക്കാണ് ഉണ്ടാകുന്നത്. ഈ അധ്യാപിക ഇപ്പോൾ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. സ്വാഭാവികമായും ഇതിന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് പോലീസിന്റെ ഭാഗത്താണ്. ആരാണ് കുറ്റം ആരുടെ ഭാഗത്താണുള്ളത് എന്നടക്കമുള്ളതായിരുന്നു. പക്ഷേ നാം അന്വേഷിക്കും മനസ്സിലാകുന്നത് നിരന്തരമായി ഇത്തരം വിഷയങ്ങൾ ആ സ്കൂൾ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ മാനേജ്മെന്റ് ഉൾപ്പെടെ മറ്റധ്യാപകർ ഉൾപ്പെടെ ഈ ടീച്ചറിന് ഈ പ്രധാന അധ്യാപികയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരു നിലപാടുണ്ട്. ആ വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് ഈ രക്ഷകർത്താക്കളെ ഉൾപ്പെടെ ഈ വിഷയം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞയക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ പോകാൻ തയ്യാറായത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മണിക്കൂറുകൾ ഇവർക്ക് ആ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഒടുവിൽ ഒരു അഭിഭാഷകൻ എത്തിയ ശേഷം മാത്രമാണ് പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ ഉൾപ്പെടെ അവരെ മണിക്കൂറോളം സ്റ്റേഷനിൽ 3 അമ്മമാരാണ് ഈ വിദ്യാർത്ഥികളുടെ 3 രക്ഷകർത്താക്കളാണ് ഈ സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുവാൻ വേണ്ടി ചെന്നത്. അഘട്ടത്തിൽ ഇവരെ മണിക്കൂറുകളോളം അവിടെ ഇരുത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതായത് പോലീസിന്റെ ഒരു ഇടപെടൽ മറ്റ് ആരുടെയൊക്കെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. എന്തായാലും ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കേരളത്തിനകത്ത് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന, കേരള സമൂഹത്തെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം തന്നെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഇതിന് പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാണ് തെറ്റ് ചെയ്തെങ്കിലും തെറ്റാരുടെ ഭാഗത്താണെങ്കിലും അതിന് കൃത്യമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക, തെറ്റുകാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക, അതിന് നടപടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കുക. അതെ, തീർച്ചയായും. വെറും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്കെതിരെ ജാതീയമായി എന്നല്ല ഏത് തരത്തിലൊരു അധിക്ഷേപം ഉണ്ടായാലും അത് വളരെ ഖേദകരം തന്നെയാണ്. കുറ്റക്കാർക്കെതിരെ നടപടി അത്യാവശ്യം തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം അടക്കം ആരംഭിക്കുന്നുണ്ട് എന്ന സത്യാവസ്ഥ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അജയ്നാഥാണ് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.